ഹലോ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഓക്കെ, കുറെ ദിവസം കൊണ്ട് വരുന്നുണ്ട്, റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയ മേഖലകളിലേക്ക് റിസൾട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. അപ്പൊ ഇന്ന് എന്തായാലും കുറെ അധികം റിസൾട്ടുകൾ വന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, റിസൾട്ട് എന്ന് പറയുന്നേ ഉള്ളൂ അല്ലേ. നിങ്ങൾ കണ്ടല്ലോ വീഡിയോ എവിടെയാണെന്ന്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്, നമ്മുടെ RRB ടീച്ചർ. ഓക്കെ, അപ്പൊ RRB ടീച്ചർ എഴുതിയ ഉദ്യോഗാർത്ഥി അറിയുന്നതിന് വേണ്ടി RRB ടീച്ചറിന്റെ റിസൾട്ട് പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ സോണുകളിലുള്ള റിസൾട്ടുകൾ ഓരോരോ സെക്ഷൻ ബൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, നമ്മൾ അതിന്റെ കട്ട് ഓഫ്സ് ഓരോ പോസ്റ്റുകളിലേക്ക് വന്ന കട്ട് ഓഫ് എത്രയാണ്, ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതിയ സോണുകളിലേക്ക് റിസൾട്ട് വന്നു എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഞാനിവിടെ പറയാം ഏതൊക്കെ സോണിൽ വന്നു എന്നുള്ളത്. പെട്ടെന്ന് പറഞ്ഞു പോകാം. റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭീകരമായിട്ടൊന്നും സംസാരിക്കണ്ടല്ലോ, നിങ്ങളോട് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ എഴുതിയ സോണിലേക്ക് നിങ്ങൾ എഴുതി നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരുപാട് സോണുകളിലേക്ക്, നമ്മുടെ പ്രയാഗ്രാജ് പോലുള്ള, ബിലാസ്പൂർ പോലുള്ള, ഖരഗ്പൂർ പോലുള്ള, കൊൽക്കത്ത പോലുള്ള കുറെ സെന്ററുകളിൽ, കുറെ സോണുകളിൽ RRB ടീച്ചറുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് TGT, PGT, PRT വന്നിട്ടുണ്ട്, ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദിയുടെ വന്നിട്ടുണ്ട്, PET ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി റിസൾട്ടുകൾ വന്നിട്ടുണ്ട്, മറ്റതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് ഇത് മാക്സിമം കാണുകയല്ലേ, ഒരു ചിലവില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും അറിയട്ടെ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ RRB ടീച്ചർ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ KVS, NVS, EMRS എക്സാം 14 തീയതി നടക്കാൻ പോവുകയാണ്. ഓക്കെ, EMRS എക്സാം 14 നടക്കുന്നു. അതുപോലെ KVS, NVS വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കേന്ദ്രീയ വിദ്യാലയ സംഘടന, നവോദയ വിദ്യാലയ സമിതി 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PGT അപ്ലൈ ചെയ്യുന്നതിന് എന്ത് വേണ്ട, BEd വേണ്ട, CTET വേണ്ട, KTET വേണ്ട, PRTക്കും TGTക്കും മാത്രം CTET മതി. ഓക്കെ, 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യൂ. ഇനി അതിന്റെ കോച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇത് 77 36 75 04 73 പറയുന്ന നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഏകദേശം 10 to 11 hours ക്ലാസ്സുകൾ ഡെയിലി ഉണ്ട്. അതിന്റെ എല്ലാത്തിന്റെ PDF നോട്ട്സുകൾ, ഒരു 50,000-ഓളം PYQs, 50,000-ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റിസൾട്ടിലേക്ക് വരാം. അപ്പൊ ഒരുപാട് സോണുകളിലേക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഖരഗ്പൂർ റിസൾട്ട് വന്നിട്ടുണ്ട്. ഖരഗ്പൂരിന്റെ അത് റിസൾട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, പേരെല്ലാം രജിസ്റ്റർ നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ രജിസ്റ്റർ നമ്പറിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. സിമ്പിൾ. ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി തന്നിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ബയോളജി, ഖരഗ്പൂരിലാണ്. ബയോളജി ഇംഗ്ലീഷ് മീഡിയം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്സ് ഇംഗ്ലീഷ് മീഡിയം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കെമിസ്ട്രി ഇംഗ്ലീഷ് മീഡിയം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എക്കണോമിക്സ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹോം സയൻസ് ഇംഗ്ലീഷ് മീഡിയം. ഇതിന്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഖരഗ്പൂരിന്റെ കട്ട് ഓഫ് നോക്കുമ്പോൾ, കട്ട് ഓഫ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. കട്ട് ഓഫ് നോക്കുമ്പോൾ അൺറിസർവ്ഡ് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. 63.5, 64.9, 57.19, 70.52, 70.87, 72.97, 72.98, 71.92 അല്ലെ. 70-നും 72-നും 57-നും ഇടയിൽ നിൽക്കുകയാണ് കട്ട് ഓഫ് എല്ലാം. ബാക്കി ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്ര ഹയസ്റ്റ് കട്ട് ഓഫിലേക്ക് കയറി വന്നിട്ടുണ്ട്, ഓരോ കാറ്റഗറിയും കയറി വന്നിട്ടുണ്ട്. ഞാൻ ജനറൽ മാത്രം പെട്ടെന്ന് സമയം കളയാതെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അതിന്റെ വേക്കൻസീസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ടോട്ടൽ വേക്കൻസീസ് ഖരഗ്പൂരിന്റെ വേക്കൻസീസ് നമ്മൾ അന്ന് മുമ്പ് പറഞ്ഞതാണ്. ഓക്കെ, രണ്ടാമതായിട്ട് ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂരിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിന്റെ റിസൾട്ടിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ബാംഗ്ലൂരിന്റെ റിസൾട്ടിലേക്ക് തന്നെ നമുക്ക് പോവാം. ഓക്കെ, ബാംഗ്ലൂരിന്റെ റിസൾട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ വന്നിട്ടുള്ളത്, ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആണ് കേട്ടോ. ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറെ വിളിച്ചിട്ടുണ്ട്. 1, 2, 3 പേര്, ഓൺലി 3 പേര്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 3 പേരെയാണ് ബാംഗ്ലൂര് വിളിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ അത് നിങ്ങൾ സാധാരണ ജസ്റ്റ് ഇങ്ങനെ ബാംഗ്ലൂർ RRB ബാംഗ്ലൂർ ജസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് RRB ബാംഗ്ലൂർ വരും. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഇതിപ്പം സൈറ്റ് അൺറെസ്പോൺസീവ് ആയിട്ട് കാണിക്കാൻ തോന്നുന്നു. കളയണ്ടെന്ന് വിചാരിക്കുന്നു. RRB ബാംഗ്ലൂർ റിസൾട്ട്. ഓക്കെ, അത് അൺറെസ്പോൺസീവ് ആയിട്ട് കാണിക്കുന്ന സൈറ്റ് നേരത്തെ കുഴപ്പമില്ലായിരുന്നു, ഞാൻ അതിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. RRB ചെന്നൈയുടെ കാര്യം പറയാം.
ബിലാസ്പൂർ, ബാംഗ്ലൂർ കുറെ ഇടത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറെ കാര്യങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പം ബാംഗ്ലൂരിലെ നമ്മുടെ PET കേസ് പറഞ്ഞത് കുറെ റിസൾട്ട് വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ കയറി ചെക്ക് ചെയ്യുക, ബാംഗ്ലൂർ സോണിൽ കയറി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ 12 പേരെ വിളിച്ചിരിക്കുന്നു. രജിസ്റ്റർ നമ്പറാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാം, ബാംഗ്ലൂരിന്റെ കട്ട് ഓഫ് 73.06 ആണ് കേട്ടോ. 73.06 കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത്, കട്ട് ഓഫ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഗുവാഹത്തിയിൽ വിളിച്ചിട്ടുണ്ട്. ഗുവാഹത്തിയിൽ പ്രൈമറി ടീച്ചറിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. സയൻസ് ഇംഗ്ലീഷ് മീഡിയം പ്രൈമറി ടീച്ചർ, ബംഗാളി പ്രൈമറി ടീച്ചർ, ഹിന്ദി, മൊത്തം 22 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുവാഹത്തി. അടുത്തത് ഗുവാഹത്തിയിലേക്ക് വരുമ്പോൾ കട്ട് ഓഫ് കണ്ടോ, 79, 82, 80, 79 ആ ലെവലിലാണ് ജനറലിന്റെ കട്ട് ഓഫ് പോയിരിക്കുന്നത്. നോക്കുക, ഹയസ്റ്റ് കട്ട് ഓഫ് കയറി പോയിരിക്കുകയാണ്. ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ, ഗുവാഹത്തിയില് ജൂനിയർ ഇൻസ്ട്രക്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ടുണ്ട്. മൊത്തം 20 പേരെ വിളിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയറിലേക്ക് വേണ്ടിയിട്ട്. അടുത്ത ഗുവാഹത്തിയുടെ കട്ട് ഓഫ് 65.99 ആണ് അതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഗുവാഹത്തിയിലത് ചിലതിൻ്റെത് 66 66.6 വന്നിട്ടുണ്ട് ടീച്ചിങ്ങിൻ്റെത്. ഗുവാഹത്തിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ അവരുടെ വന്നിട്ടുള്ള, അതായത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, അതാണ് 66 പറഞ്ഞത്. ബംഗാളി മീഡിയം, അതായത് TGT ആർട്സ് ആൻഡ് ആർട്സ് ഇംഗ്ലീഷ് മീഡിയം വന്നിട്ടുണ്ട്. ഗുവാഹത്തിയിൽ അയച്ചവരുണ്ടെങ്കിൽ നോക്കുക. പിന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹോം സയൻസ് ഫീമെയില്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ക്രാഫ്റ്റ് ഇംഗ്ലീഷ് മീഡിയം, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ അസാമീസ്, ഇതൊക്കെ മൊത്തം 12 പേരെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ PCM, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സാൻസ്ക്രിറ്റ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ്, ഇതെല്ലാം റിസൾട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഇയറിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 66 തുടങ്ങി 66, 75, 67, 70, 68, 71, 69, 67, 71, ഓക്കെ 70, 60 ആ റേഞ്ചില്, സോറി 60 മുകളിലും 75 വരെ എത്തിയിട്ടുണ്ട് കട്ട് ഓഫ്. ഓക്കെ, കട്ട് ഓഫ് എത്തിയിട്ടുണ്ട്. അവിടെ വിളിച്ചിരിക്കുന്ന പ്രൈമറി ടീച്ചർ ഗുവാഹത്തി, പ്രൈമറി ടീച്ചർ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഗുവാഹത്തി നോക്കിയാൽ മതി. കൊൽക്കത്തയിലെ കട്ട് ഓഫ് 80, 83 അങ്ങനെ രണ്ട് അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കട്ട് ഓഫ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കൊമേഴ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹിന്ദി, പോസ്റ്റ് ഗ്രാജുവേറ്റ് പൊളിറ്റിക്കൽ സയൻസ്. നിങ്ങൾ പലരും പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ സയൻസ് KVS NVS വിളിച്ചില്ല, റെയിൽവേ വിളിച്ചിരുന്നു, അപ്ലൈ ആയിരുന്നല്ലോ, റെയിൽവേ വിളിച്ചിരുന്നു. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസ് വിളിക്കും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പൊളിറ്റിക്കൽ സയൻസ് വിളിക്കും. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ബയോളജി ഇംഗ്ലീഷ് മീഡിയം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്സ് ഇംഗ്ലീഷ് മീഡിയം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കെമിസ്ട്രി ഇംഗ്ലീഷ് മീഡിയം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എക്കണോമിക്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ് മെയില്. ഇതൊക്കെ കൊൽക്കത്തയാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. വളരെ ചുരുക്കം ലിമിറ്റഡ് നമ്പേഴ്സ് ആണ് സെലക്ട് ആയിരിക്കുന്നത്. പിന്നെ TGT ബയോളജി, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി, 8 പേരെ വെച്ചിട്ടൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏകദേശം ഹയസ്റ്റ് നോക്കുമ്പോൾ 72, 73, 74, ഇവിടെ 74 ഹയസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, കട്ട് ഓഫ് ജനറലിന്റെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഹൈ കട്ട് ഓഫിലേക്ക് കയറി പോയിട്ടുണ്ട് എല്ലാം. ജസ്റ്റ് വേണമെങ്കിൽ ഇത് നോക്കി, SC വരുമ്പോഴത്തേക്ക് 62, ST വരുമ്പോഴത്തേക്ക് ഏറ്റവും ലീസ്റ്റ് 46, ഹയസ്റ്റ് 63 കയറിയിട്ടുണ്ട് കട്ട് ഓഫ് ചില പോസ്റ്റുകളിൽ. OBC വരുമ്പോഴത്തേക്ക് ഏറ്റവും ലീസ്റ്റ് വന്നിരിക്കുന്നത് 61 സോറി 60 ഒരു പോസ്റ്റിന് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം 60, 59 ഉണ്ട്. ഹയസ്റ്റ് 68 വരെയൊക്കെ പോയിട്ടുണ്ട്. EWS അങ്ങനെ തന്നെയാണ്, ഹയസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് 60 പോയിട്ടുള്ളൂ കേട്ടോ. ആ ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കോളണം ഇപ്പൊ KVS അപ്ലൈ ചെയ്തവർ. പോട്ടെ, ഓക്കെ. കട്ട് ഓഫ് ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ്, ജൂനിയർ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞില്ലേ, ചില കൊൽക്കത്തയിൽ ജൂനിയർ ട്രാൻസ്ലേറ്ററും ജൂനിയർ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട്. അതിന്റെ സെലക്ട് ആയവരാണ് വിളിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിലെ നോർമൽ കട്ട് ഓഫ് ഞാൻ പറഞ്ഞു 75, 70 എന്നുള്ള ലെവലിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ വിശദമായിട്ട് പറഞ്ഞു പോകാത്തത് നിങ്ങൾ കയറി നോക്കണം, അവിടെയൊക്കെ എഴുതാൻ പോയിട്ടുള്ളവർ കയറി നോക്കണം. പിന്നെ പ്രയാഗ്രാജിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. പ്രയാഗ്രാജിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് പ്രൈമറി റെയിൽവേ ടീച്ചർ 50 വരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്രൈമറി റെയിൽവേ ടീച്ചർ. അതുപോലെ കട്ട് ഓഫ് 86 ആണ് കട്ട് ഓഫ് കേട്ടോ, 86. അൺറിസർവ്ഡ് SC 81 നോക്കിക്കോളണേ, SC 81, ST 74, OBC 84, EWS 82, ESM 74, ദിവ്യാംഗർ 76. ഭയങ്കര കട്ട് ഓഫ് ആണ് കേട്ടോ, ഹൈയസ്റ്റ് കട്ട് ഓഫ് ആണ് കേട്ടോ. 86 കട്ട് ഓഫ് വന്നിട്ടുണ്ട് കേട്ടോ. പ്രയാഗ്രാജ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്ന സ്ഥലമല്ലേ,
86 കട്ട് ഓഫ് കയറി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതിയ സ്ഥലങ്ങളിലൊക്കെ എത്രയും കട്ട് ഓഫ് വരും എന്നുള്ള കാര്യത്തിൽ നോക്കുക. ബിലാസ്പൂരിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാം. അപ്പൊ ബിലാസ്പൂർ അത് തന്നെ പ്രയാഗ്രാജ്, അതുപോലെ തന്നെ ബാംഗ്ലൂരു, കൊൽക്കത്ത, അതന്നെ ഖൊരഗ്പൂർ ഇങ്ങനെയുള്ള സോണുകളിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ബാംഗ്ലൂർ എഴുതി ചെക്ക് ചെയ്യുക, ബിലാസ്പൂർ എഴുതി ചെക്ക് ചെയ്യുക, കൊൽക്കത്തയിൽ എഴുതി ചെക്ക് ചെയ്യുക, ഖൊരഗ്പൂർ എഴുതി ചെക്ക് ചെയ്യുക, പ്രയാഗ്രാജിൽ എഴുതി ചെക്ക് ചെയ്യുക. അടുത്തത് ഇനി വരാനുള്ളത് നമ്മുടെ ചെന്നൈ വരാനുണ്ട്. ചെന്നൈന്റെ റിസൾട്ട് വന്നിട്ടില്ല കേട്ടോ, ചെന്നൈയുടെ റിസൾട്ട് വന്നിട്ടില്ല. ചെന്നൈയാണ്. ചെന്നൈയിൽ നമ്മൾ റിസൾട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിസൾട്ടും വന്നിട്ടില്ല. ഇവിടെ റിസൾട്ടിന്റെ കോളത്തിലൊന്നുമില്ല, ഒന്നും വന്നിട്ടില്ല. 8-ാം തീയതി ഉള്ള ഒന്നും വന്നിട്ടില്ല. ഇത്രയും റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറിയിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പൊ ചെന്നൈയില് വന്നിട്ടില്ല, സൈറ്റ് ബിസിയായിട്ട് കാണിക്കുന്നത്. ചെന്നൈയിൽ വന്നിട്ടില്ല. ബാംഗ്ലൂർ വന്നു, ചെന്നൈയിൽ വന്നിട്ടില്ല കേട്ടോ. ബാംഗ്ലൂർ വന്നു, പ്രയാഗ്രാജ് വന്നു, ബിലാസ്പൂർ വന്നു, ഖൊരഗ്പൂർ വന്നു, കൊൽക്കത്ത വന്നു. ഓക്കെ, പ്രയാഗ്രാജ് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ എഴുതിയവര് തീർച്ചയായിട്ടും കയറി ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള സ്റ്റേറ്റ് സോണുകളിലെ റിസൾട്ട് ഉടൻ തന്നെ പബ്ലിഷ് ആകുന്നതായിരിക്കും. നമ്മൾ കണ്ടു കട്ട് ഓഫ് 70 മുകളിലേക്ക് കയറി പോയി 86 വരെയൊക്കെ കയറി നിൽക്കുവാണ്. ഹയസ്റ്റ് കട്ട് ഓഫ് റേഞ്ചിലേക്ക് വന്ന് നിൽക്കുവാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം. അത് റിസർവ്ഡ് കാറ്റഗറി ആയിക്കോട്ടെ, അല്ലാത്ത ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ ഈ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കയറി നോക്കാം. ഓരോ സോണിലും ജസ്റ്റ് കയറി നോക്കി കഴിഞ്ഞാൽ റിസൾട്ട് എടുക്കാവുന്നതാണ്. ഇനി റിസൾട്ട് എങ്ങനെ എടുക്കാം നോക്കണ്ട. നിങ്ങൾക്കിപ്പം നിങ്ങൾ ഖൊരഗ്പൂറാണ് അടിച്ചെങ്കിൽ RRB ഖൊരഗ്പൂർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കയറി നോക്കുക. അതിൽ കയറി നോക്കുമ്പോൾ അതിന്റെ പ്രൊഫൈൽ ഏറ്റവും ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. റിസൾട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ റിസൾട്ട് വന്ന് കിടക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അത് എവിടെ ആയിരുന്നാലും ഏത് സോണിലേക്കായിരുന്നാലും അങ്ങനെ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് KVS കേന്ദ്രീയ വിദ്യാലയ സംഘത്തിന് നവോദയ വിദ്യാലയത്തിലേക്ക് ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. 11-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. 11-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യുക. അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കിട്ടും. പിന്നെ ഇത് അയക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിക്കുക, സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വിടുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബാക്കിയുള്ള റിസൾട്ട് ഉടൻ തന്നെ അപ്ഡേറ്റ് വരുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.